നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം നടത്തി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം.പി ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ജീവനക്കാരെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ടു പോകുമെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം.പി. കേരള NGO അസോസിയേഷന്റെ 51ാം ഇടുക്കി ജില്ലാ സമ്മേളനം കട്ടപ്പനയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കർഷക ഗ്രൂപ്പുകൾക്കുള്ള ഗുണഭോക്തൃ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രാമോൾ ജിന്നി ഉദ്ഘാടനം ചെയ്തു. കുമാരമംഗലത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ കുറ്റക്കാരനായ തൊടുപുഴ എടനാട് സ്വദേശി വിനീഷ് വിജയനെ 12 വർഷം തടവിന് വിധിച്ചു. തൊടുപുഴ നഗരസഭയിൽ ജിനദേവൻ സ്മാരക പാർക്ക് ഒരുങ്ങുന്നു. നടുക്കണ്ടത്ത് MVIPയിൽ നിന്നും വിലയ്ക്ക് വാങ്ങിയ 50 സെന്റ് സ്ഥലത്താണ് പാർക്ക് നിർമ്മിക്കുന്നത്. ജിനദേവൻ സ്മാരക പാർക്കിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിയുക്ത MLA അബു ജോൺ ജോസഫ് നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം നടത്തി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം.പി ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി SP KM സാബു മാത്യു പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ 7ാം ഇടുക്കി ജില്ലാ സമ്മേളനം ഇടുക്കി വാഴത്തോപ്പ് KV ജോസഫ് നഗറിൽ നടന്നു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം.പി ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി SP KM സാബു മാത്യു പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. റിട്ടയർഡ് IPS ഉദ്യോഗസ്ഥനും സംഘടനാ സംസ്ഥാന പ്രസിഡന്റുമായ PK ലംബോദരൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് സംഘടനാ പ്രതിനിധികൾ പ്രസംഗിച്ചു. തുടർന്ന് സംഘടനയുടെ വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കുകയും ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്തു. തെക്കുംഭാഗം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും അഞ്ചിരി റബ്ബർ ഉൽപാദക സംഘം, തെക്കുംഭാഗം റബ്ബർ ഉൽപാദക സംഘം എന്നിവയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന റബ്ബർ കർഷകർക്ക് പലിശരഹിത വായ്പ വിതരണം ചെയ്യുന്നതിന്റെ ഉദ്ഘാടനം നടത്തി. ബാങ്ക് പ്രസിഡന്റ് ടോമി കവാലം അഞ്ചിരി RPS പ്രസിഡന്റ് ബേബി പടയിടത്തിന് നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. അഞ്ചിരി റബ്ബർ ഉൽപാദക സംഘം, തെക്കുംഭാഗം റബ്ബർ ഉൽപാദക സംഘം എന്നിവയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന റബ്ബർ കർഷകർക്ക് പലിശരഹിത വായ്പ തെക്കുംഭാഗം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും വിതരണം ചെയ്യുന്നതിന്റെ ഉദ്ഘാടനം നടത്തി. ബാങ്കിന്റെ ആനക്കയം ബ്രാഞ്ചിൽ വെച്ച് പ്രസിഡന്റ് ടോമി കാവാലം അഞ്ചിരി RPS പ്രസിഡന്റ് ബേബി പഴയടത്തിന് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. കർഷകർക്ക് പശ, പ്ലാസ്റ്റിക് എന്നിവ ഇടുന്നതിനു വേണ്ടി 10,000 രൂപ വരെയാണ് പലിശരഹിത വായ്പ നൽകുന്നത്. ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ, ബ്രാഞ്ച് മാനേജർ PS ഷൈൻ, സെക്രട്ടറി VT ബൈജു, ജീവനക്കാർ, സഹകാരികൾ, RPS ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. 10,000 രൂപ KCC വായ്പ ഇല്ലാത്തവർക്ക്, ഹരിയാനയിൽ KCC വായ്പ അതായത് 6% പലിശയ്ക്ക് കാർഷിക വായ്പ ഇല്ലാത്തവർക്ക് ഇവർ കറക്റ്റ് രസീതുമായിട്ട് വന്നാൽ കാർഷിക വായ്പ 10,000 രൂപ കിട്ടും. അത് 6% പലിശയാണ്. 3% സെൻട്രൽ ഗവൺമെന്റ് സബ്സിഡി ഉണ്ട്, 3 സ്റ്റേറ്റ് ഗവൺമെന്റ്. അതും പലിശ രഹിതം എന്ന് പറയുന്നത്. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു 7 വർഷമായിട്ട് നമുക്ക് സബ്സിഡി കിട്ടുന്നില്ല. പക്ഷേ സെൻട്രൽ ഗവൺമെന്റ് 2 വർഷമുള്ള സബ്സിഡി കിട്ടിയിട്ടുണ്ട്. അതും ഇതിനകത്ത് പ്രയോജനപ്പെടുത്തിയില്ലാത്തവർ. പിന്നെ വസ്തു ഈടുള്ളവർക്കാണ് 3 ലക്ഷം രൂപ വരെ നമുക്ക് കർഷകർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും വസ്തുവിടാണ് അതിന്റെ ഫോർമാലിറ്റീസ് പൂർത്തിയാക്കിയാൽ 3 ലക്ഷം രൂപ കർഷകർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും അത് കൊടുക്കാൻ നമ്മുടെ ഒരു ഫണ്ടുണ്ട്. പിന്നെ കുറച്ച് നല്ല വായ്പ, കുറച്ച് ആളുകൾ വായ്പ അടച്ചു കിട്ടുന്നുണ്ട്, കുറച്ച് ഫണ്ടുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മുടെ വായ്പകളുടെ എല്ലാം പലിശ നിരക്ക് കുറച്ചിട്ടുണ്ട്. ഏതാണ്ട് 9.5% തോന്നുന്നത്. 8% ഉണ്ടെങ്കിൽ 9.5 നമുക്ക് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വിദ്യാഭ്യാസമാകുന്നു, വാഹനം വാങ്ങുന്നതിനോ അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്നതിനൊക്കെ വായ്പ നമുക്ക് കൊടുക്കുന്നുണ്ട്. സർക്കാർ ജീവനക്കാരെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ടു പോകുമെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം.പി. കേരള NGO അസോസിയേഷന്റെ 51ാം ഇടുക്കി ജില്ലാ സമ്മേളനം കട്ടപ്പനയിൽ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. NGO അസോസിയേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ഷിഹാബ് ഫരീദ് അധ്യക്ഷത വഹിച്ചു. ഇടുക്കി MLA റോയ് K. പോലോസ് മുഖ്യ പ്രഭാഷണം നടത്തി. DCC പ്രസിഡന്റ് CP മാത്യു സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തു.
സർക്കാർ ജീവനക്കാരെ വിശ്വാസത്തിലെടുത്ത് UDF സർക്കാർ മുന്നോട്ടു പോകുമെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി അഭിപ്രായപ്പെട്ടു. കേരള NGO അസോസിയേഷൻ 51 ഇടുക്കി ജില്ലാ സമ്മേളനം കട്ടപ്പനയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷക്കാലമായി തടഞ്ഞുവെച്ച ജീവനക്കാരുടെ മുഴുവൻ അവകാശങ്ങളും ആനുകൂല്യങ്ങളും തിരിച്ചു കൊടുക്കുവാൻ പ്രതിജ്ഞാബദ്ധമാണ് UDF ഗവൺമെന്റ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇവിടെ 10 വർഷക്കാലമാണ് പിണറായി വിജയൻ അധികാര കസേരയിൽ ഉണ്ടായിരുന്നത്. മുൻകാലങ്ങളിൽ കേരള വിദ്യാർത്ഥി യൂണിയന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ സജീവ പ്രവർത്തകരായി പ്രവർത്തിച്ച ധാരാളം ആളുകൾ NGO അസോസിയേഷന്റെ പ്രവർത്തകരായി വന്നിട്ടുണ്ട്. സർക്കാർ സർവീസിൽ ജോലി ലഭിച്ചതിന് ശേഷം എന്നോടൊപ്പം KSUവിൽ പ്രവർത്തിച്ച ധാരാളം ആളുകൾ ഇന്ന് NGO അസോസിയേഷന്റെ പ്രവർത്തകരാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സർക്കാരിന്റെ തീട്ടൂരം അനുഭവിക്കേണ്ടി വന്നത് സർവീസ് മേഖലയിലായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം സർക്കാരിന്റെ ജീവനക്കാരെന്നുള്ള നിലയിൽ ആ ഒരു പ്രഷർ, ആ ഒരു സമ്മർദ്ദം, ആ ഒരു രീതിയിലുള്ള ഭീഷണികൾ, ട്രാൻസ്ഫറുകളുടെയും മറ്റു തരത്തിലുള്ള അച്ചടക്ക നടപടികളുടെയും അനാവശ്യമായ റിപ്പോർട്ടുകളൊക്കെ കെട്ടിച്ചമച്ചുണ്ടാക്കി അതിൻ്റെ പേരിൽ നിങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും എല്ലായിടത്തേക്കും സ്ഥലം മാറ്റി ആഗ്രഹിച്ചതൊക്കെയും വിട്ടെറിഞ്ഞ് ജീവിതമൊന്ന് കരിപ്പിടിപ്പിച്ചു വരുന്ന കാലഘട്ടത്തിൽ തന്നെ ഉദ്ദേശിച്ച പ്ലാനും പദ്ധതിയുമെല്ലാം തകർത്തെറിഞ്ഞ് ഗവൺമെന്റിന്റെ തീട്ടൂരത്തിന് വിധേയമായി ജീവനക്കാരനായി പോയി എന്നതിൻ്റെ പേരിൽ അത് മനുഷ്യാവകാശ ധ്വംസനമാണ് എങ്കിലും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അതൊക്കെ ഏറ്റെടുത്തിട്ടുള്ള ഒരുപാട് സംഘടനാ പ്രവർത്തകർ അവരെല്ലാവരും ഒത്തുചേർന്നാണ് NGO അസോസിയേഷന് ഏറ്റവും അഭിമാനകരമായ തലത്തിൽ തലയുയർത്തിപ്പിടിച്ചു നിൽക്കുന്ന വിധത്തിലുള്ള ഒരു സംവിധാനം ഇപ്പോഴും നിലനിർത്തിയിട്ടുള്ളത് എന്ന നിലയിൽ തന്നെ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ എല്ലാ തരത്തിലുമുള്ള ഭീഷണികളെയും പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും അവർ ഉയർത്തിക്കൊണ്ടുവന്ന എല്ലാ തരത്തിലുമുള്ള വകുപ്പ് തലത്തിലും അതുപോലെ സർക്കാർ തലത്തിലാകെയും ഒക്കെ നടത്തിയതായിട്ടുള്ള ഫാസിസ്റ്റ് നിലപാടുകളെ തരണം ചെയ്ത അസോസിയേഷന്റെ മുഴുവൻ പ്രവർത്തകരെയും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുകയാണ്. നിങ്ങളുടെ എല്ലാ തരത്തിലുമുള്ള ആ കമ്മിറ്റ്മെന്റിനെ അതിന് മുൻപിൽ ഞാൻ ഒരു ബിഗ് സല്യൂട്ട് അർപ്പിക്കുകയാണ്. NGO അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഷിഹാബ് ഫരീദ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ഇടുക്കി MLA റോയ് കെ പൗലോസ് മുഖ്യപ്രഭാഷണം നടത്തി. ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യു സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണു, AICC അംഗം അഡ്വക്കേറ്റ് EM ആഗസ്തി XMLA, കട്ടപ്പന നഗരസഭാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, KPCC സെക്രട്ടറി തോമസ് രാജൻ, കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജോസ് മുത്തനാട്, DCC വൈസ് പ്രസിഡന്റ് മുകേഷ് മോഹൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് തോമസ് മൈക്കിൾ, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP ഉസ്മാൻ, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ടോണി തോമസ്, KGOU ജില്ലാ സെക്രട്ടറി രാജേഷ് ബേബി, അഡ്വക്കേറ്റ് KJ ബെന്നി, സിജു ചക്കുമൂട്ടിൽ എന്നിവർ പ്രസംഗിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് AM ജാഫർ ഖാൻ ഉദ്ഘാടനം ചെയ്തു. സംഘടനാ ചർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി AP സുനിൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടറിമാരായ TV ജോമോൻ, S ഷാജി, അനിൽ ബാബു എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ സെക്രട്ടറി CS ഷമീർ സ്വാഗതം ആശംസിച്ചു. ജില്ലാ ട്രഷറർ സാജു മാത്യു നന്ദി പറഞ്ഞു. നേതാക്കളായ ഷാജി ദേവസ്യ, ടോണി വർഗീസ്, CM രാധാകൃഷ്ണൻ, സഞ്ജയ് കബീർ, PK യൂനുസ്, KC ബിനോയ്, MA ആന്റണി, വിൻസെന്റ് തോമസ്, PK ഹരിദാസ്, OM ഫൈസൽ ഖാൻ, UM ഷാജി, ബിനീഷ് തോമസ്, പീറ്റർ K എബ്രഹാം, ഗിരീഷ് PR, ദീപു PU, പിജു KB, ജേസൺ C ജോൺ, മിലൻ ദാസ് എന്നിവർ സമ്മേളനത്തിൽ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കനത്ത മഴയിൽ സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണു. ഒഴിവായത് വൻ ദുരന്തം. പാണ്ടിക്കാട് ടൗൺ GMLP സ്കൂളിലെ മേൽക്കൂരയാണ് തകർന്നു വീണത്. സമീപത്തുള്ള കെട്ടിടത്തിൽ ഭിന്നശേഷി സ്കൂൾ പ്രവർത്തിച്ചിരുന്നുവെങ്കിലും കുട്ടികൾക്കും അധ്യാപകരും ക്ലാസ് മുറികളിൽ തന്നെയായിരുന്നതിനാൽ അപകടം ഒഴിവായതായി അധ്യാപിക പറഞ്ഞു. വിവരമറിഞ്ഞ പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി. കഴിഞ്ഞ ദിവസം വൈകിട്ട് 4 മണിയോടെ വീശിയടിച്ച കനത്ത കാറ്റിലും മഴയിലുമാണ് പാണ്ടിക്കാട് ടൗൺ GMLP സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണത്. സ്കൂളിന്റെ കൽത്തൂണുകളും തകർന്നു വീണിട്ടുണ്ട്. സ്കൂൾ അവധിക്കാലമായതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. സമീപത്തുള്ള കെട്ടിടത്തിൽ ഭിന്നശേഷി സ്കൂൾ പ്രവർത്തിച്ചിരുന്നുവെങ്കിലും കുട്ടികളും അധ്യാപകരും ക്ലാസ് മുറികളിൽ തന്നെയായിരുന്നതിനാൽ അപകടം ഒഴിവായതായി അധ്യാപിക പറഞ്ഞു.
ഞങ്ങൾ കുട്ടികളായിട്ട് സ്കൂളിലുണ്ട്. ആ സമയത്താണ് ഇവിടുന്ന് നല്ല കാറ്റ് വന്നു. ആ കാറ്റ് വന്ന സമയത്ത് പെട്ടെന്ന് ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വീഴുന്നു. പിന്നെ ഒന്നാകെയാണ് ആ മുകളിലുള്ള മേൽക്കൂര മൊത്തം വീഴുന്നത്. കുട്ടികൾ പുറത്തുണ്ടാവില്ലല്ലോ? ഇല്ലല്ല, ഞങ്ങളൊക്കെ അവിടെയാണുള്ളത്. ആ, അപ്പോഴാണ് ഇത് മഴയും ഇടി വെട്ടുന്ന സമയത്ത് പിള്ളേർ ഭയങ്കര കരച്ചിലായിരുന്നു. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഞങ്ങളുടെ ഗേറ്റിൻ്റെ അവിടെ ഈ പേരമരം അത് ഇതേപോലെ ബ്ലോക്കായിട്ട് കയറിയില്ല. അതൊക്കെ പിന്നെ ഞങ്ങൾ വെട്ടി മാറ്റി അങ്ങനെ വരികയാണ്. വല്ലാത്തൊരു പേടിച്ചു, എല്ലാവരും പേടിച്ചു നന്നായിട്ട്. വിവരമറിഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് PR രോഹിൽനാഥ്, സ്ഥിരം സമിതി അധ്യക്ഷൻ KT ഗിരീഷ് ബാബു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, സ്കൂൾ അധികൃതർ എന്നിവർ സ്കൂളിലെത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കർഷക ഗ്രൂപ്പുകൾക്കുള്ള ഗുണഭോക്തൃ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന കാർഷിക സ്വയം സഹായ സംഘങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്ത പരിശീലന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രാമോൾ ജിന്നി ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയുടെ വിപ്ലവകരമായ മാറ്റം ലക്ഷ്യമിട്ട് വിത്ത് മുതൽ വിപണി വരെ എന്ന പദ്ധതിക്കാണ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് തുടക്കമിട്ടിരിക്കുന്നത്. പച്ചക്കറി ഉൾപ്പെടെ കൃഷി ചെയ്യാൻ താൽപ്പര്യമുള്ള കർഷക സംഘങ്ങൾക്ക് വിത്തും വളവും നൽകുന്നതോടൊപ്പം ഉൽപ്പന്നത്തിന് മെച്ചപ്പെട്ട വില ലഭിക്കുന്നതിന് വിപണിയും കണ്ടെത്തി നൽകും. സമയബന്ധിതമായി കൃഷി വകുപ്പുമായി ചേർന്ന് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളും നൽകുന്ന വിധത്തിലുള്ള പുതിയ പദ്ധതിയുടെ പ്രാഥമിക സെമിനാറും ഗുണഭോക്താക്കൾക്കുള്ള പരിശീലന പരിപാടിയുമാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രാമോൾ ജിന്നി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ ഉൽപ്പന്നം നമ്മുടെ നാട്ടിൽ തന്നെ ലഭ്യമാകത്തക്ക രീതിയിൽ, അതിൻ്റെ വിളവ് കാണത്തക്ക രീതിയിലേക്ക് ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോവുക. അതിൻ്റെ പദ്ധതിയുടെ വിശദീകരണമൊക്കെ ബഹുമാനപ്പെട്ട AD നമ്മളോട് സംസാരിക്കുന്നതാണ്. പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ, പ്ലാൻ ചെയ്യുന്ന രീതിയിൽ ഈ പദ്ധതിയുമായി നിങ്ങൾ ഓരോരുത്തർക്കും മുൻപോട്ട് പോകുവാൻ, നമ്മൾ ഓരോരുത്തർക്കും മുമ്പോട്ട് പോകുവാൻ സാധിച്ചാൽ കാർഷിക മേഖലയിലെ തന്നെ വലിയൊരു വിപ്ലവത്തിനായിരിക്കും ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് തുടക്കം കുറിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ജില്ലാ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സുനിത CS സെമിനാർ നയിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മോളി ടോമി, VA ഉലഹന്നാൻ, സോണ ട്രിസ ജോബി, മറ്റ് അംഗങ്ങളായ KK സുബി, സ്റ്റീഫൻ, ടെസി തങ്കച്ചൻ, മാളവിക ബാബു ഉൾപ്പെടെ നിരവധി പേർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കുമാരമംഗലത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ കുറ്റക്കാരനായ തൊടുപുഴ എടനാട് സ്വദേശി വിനീഷ് വിജയനെ 12 വർഷം തടവിന് വിധിച്ചു. വിനീഷ് വിജയൻ കുറ്റക്കാരനാണെന്ന് തൊടുപുഴ പോക്സോ കോടതി ജഡ്ജി ആഷ് K ബാൽ കണ്ടെത്തിയിരുന്നു. പോലീസ് രജിസ്റ്റർ ചെയ്ത 28 കേസുകളിൽ വിചാരണ പൂർത്തിയായ രണ്ടാമത്തെ കേസിലാണ് ഇന്ന് വിധി പ്രസ്താവിച്ചത്. കുമാരമംഗലത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ കുറ്റക്കാരനായ തൊടുപുഴ എടനാട് സ്വദേശി വിനീഷ് വിജയനെ 12 വർഷം തടവിന് വിധിച്ചു. വിനീഷ് വിജയൻ കുറ്റക്കാരനാണെന്ന് തൊടുപുഴ പോക്സോ കോടതി ജഡ്ജി ആഷ് K ബാൽ കണ്ടെത്തിയിരുന്നു. പോലീസ് രജിസ്റ്റർ ചെയ്ത 28 കേസുകളിൽ വിചാരണ പൂർത്തിയായ രണ്ടാമത്തെ കേസിലാണ് ഇന്ന് വിധി പ്രസ്താവിച്ചത്. 2020 മുതൽ 22 വരെയുള്ള കാലയളവിലാണ് 17 വയസ്സുകാരിയായ പെൺകുട്ടി നിരന്തര പീഡനത്തിന് ഇരയായത്. പെൺകുട്ടി ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലെ മാനേജരായിരുന്നു പ്രതിയായ വിനീഷ് വിജയൻ. തൊടുപുഴ ബാറിലുണ്ടായ ഒരു സംഘർഷവുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റ് വിനീഷ് വിജയൻ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇതിനാലാണ് കഴിഞ്ഞ മാസം 28-ന് പറയേണ്ടിയിരുന്ന വിധി ഇന്നത്തേക്ക് മാറ്റിവെച്ചത്. പ്രതിക്ക് 12 വർഷം തടവും 75,000 രൂപ പിഴയുമാണ് വിധിച്ചിരിക്കുന്നത്. വിനീഷ് വിജയൻ എന്ന പ്രതിക്ക് 12 വർഷം കഠിന തടവും 75,000 രൂപ പിഴയും ബഹുമാനപ്പെട്ട തൊടുപുഴ 1ാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി ശ്രീമതി ആഷ് K ബാൽ ശിക്ഷിക്കുകയുണ്ടായി. 4 ലക്ഷം രൂപ വിക്ടിം കോമ്പൻസേഷൻ കൊടുക്കുന്നതിനും കൂടാതെ വിക്ടിമിൻ്റെ പുനരധിവാസത്തിന് വേണ്ടി ആവശ്യമായ സംഖ്യ ലഭ്യമാക്കുന്നതിന് വേണ്ടി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയോട് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസിലെ പ്രതി ഇതേ പെൺകുട്ടിയെ തന്നെ കൂട്ടബലാത്സംഗം ചെയ്തതിന് മറ്റൊരു കേസിൻ്റെ വിചാരണയും ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. ഈ കേസിൽ പ്രതി മാനേജരായി ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് ദിവസവേതനത്തിന് ജോലി ചെയ്തിരുന്നതായിരുന്നു ഈ കുട്ടി. അതേ സ്ഥലത്ത് വെച്ചിട്ട് തന്നെയാണ് ഈ കുട്ടിയെ റേപ്പ് ചെയ്തതിന് ഇപ്പോൾ ബഹുമാനപ്പെട്ട കോടതി ശിക്ഷിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ബലാത്സംഗ കുറ്റത്തിനാണ് പ്രതിയെ മിനിഞ്ഞാന്ന് കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു. ഇന്ന് ഈ ശിക്ഷ വിധിച്ചിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യ വിധിയിൽ അനസ് ഷംസുദ്ദീൻ എന്നയാളെ ഇടുക്കി അഡീഷണൽ സെഷൻസ് കോടതി നേരത്തെ ശിക്ഷിച്ചിരുന്നു. കൂടാതെ 5 കേസുകളിൽ ഇരയായ കുട്ടിയുടെ അമ്മയും ഒരു ഇടനിലക്കാരനും പ്രതികളാണ്. പീഡനത്തിന് ഇരയായ പെൺകുട്ടി ശൈശവ വിവാഹത്തിനും ഇരയായിരുന്നുവെന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. കേസിന്റെ വിചാരണ സമയത്ത് കുട്ടിയുടെ മുത്തശ്ശി കൂറുമാറുകയും ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.
വാഹനങ്ങളുടെ സ്റ്റീൽ മോഡലിംഗിൽ 8ാം ക്ലാസ്സുകാരൻ ശ്രദ്ധേയനാകുന്നു. വണ്ണപ്പുറം കാവുങ്കൽ രാജേഷ് സീന ദമ്പതികളുടെ മകൻ അഭിനവാണ് വാഹനങ്ങളുടെ സ്റ്റീൽ മോഡലിംഗിൽ അത്ഭുതം സൃഷ്ടിക്കുന്നത്. കാർ, ജീപ്പ്, ബസ്, ടിപ്പർ തുടങ്ങി നിരവധി വാഹനങ്ങളുടെ മോഡൽ അഭിനവ് ഇതിനോടകം തയ്യാറാക്കിയിട്ടുണ്ട്. വാഹനങ്ങളുടെ സ്റ്റീൽ മോഡലിംഗിൽ 8ാം ക്ലാസ്സുകാരൻ ശ്രദ്ധേയനാകുന്നു. വണ്ണപ്പുറം കാവുങ്കൽ രാജേഷ് സീന ദമ്പതികളുടെ മകൻ അഭിനവാണ് വാഹനങ്ങളുടെ സ്റ്റീൽ മോഡലിംഗിൽ അത്ഭുതം സൃഷ്ടിക്കുന്നത്. ഒറിജിനലിനെ വെല്ലുന്ന ഫിനിഷിംഗിലാണ് ഓരോ വാഹനങ്ങളും അഭിനവ് ഉണ്ടാക്കുന്നത്. അവധിക്കാലം എങ്ങനെ വ്യത്യസ്തമാക്കാമെന്ന ചിന്തയിൽ നിന്നാണ് ഇതിന്റെ തുടക്കം. ഒപ്പം അനിയൻ അപ്പുവും കൂടെ കൂടി. കാർ, ജീപ്പ്, ബസ്, ടിപ്പർ തുടങ്ങി നിരവധി വാഹനങ്ങളുടെ മോഡൽ അഭിനവ് ഇതിനോടകം ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ പേര് അഭിനവ് കെ രാജേഷ്. ഞാൻ കാളിയാർ സെൻറ് മേരീസ് സ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അപ്പോൾ അവധിക്കാലത്ത് ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഉണ്ടാക്കുവാണ് ഞാൻ. സ്കൂളിലെ എക്സിബിഷനിൽ ഞാൻ വണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അന്നൊക്കെ ചെറിയ വണ്ടികളാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പിന്നെ വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ട്, എല്ലാവരും സപ്പോർട്ടുണ്ട്. അപ്പോൾ ചെറുപ്പത്തിൽ മുതൽ വണ്ടികളോടുള്ള ഇഷ്ടം ഉണ്ടായിരുന്നു. അന്നേരം ഒന്നും വണ്ടിയൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. വലുതായപ്പോഴാണ് ഇതൊക്കെ ഉണ്ടാക്കാനുള്ള ഇതുണ്ടായത്. സ്കൂളിൽ വിവിധ മത്സരങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും പ്രോത്സാഹനമാണ് പ്രചോദനമെന്ന് അഭിനവ് പറയുന്നു. പൂർണ്ണമായി എഞ്ചിനോട് കൂടിയ വാഹനം നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് അഭിനവ് ഇപ്പോൾ. സ്കൂൾ പഠനശേഷം ഓട്ടോമൊബൈൽ മേഖലയിൽ ഉപരിപഠനം നടത്തണമെന്നാണ് ആഗ്രഹം. എൻ്റെ ആഗ്രഹം ഒരു എഞ്ചിനുള്ള ഒരു വണ്ടി ഉണ്ടാക്കാനാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ അതിനോടുള്ള കൂടുതൽ പഠനങ്ങൾ നടത്തണം. ഓട്ടോമൊബൈലൊക്കെ പഠിക്കണമെന്നാണ് ആഗ്രഹം. കാളിയാർ സെന്റ് മേരീസ് സ്കൂൾ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അഭിനവ്. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. തൊടുപുഴ നഗരസഭയിൽ ജിനദേവൻ സ്മാരക പാർക്ക് ഒരുങ്ങുന്നു. നടുക്കണ്ടത്ത് MVIPയിൽ നിന്നും വിലയ്ക്ക് വാങ്ങിയ 50 സെന്റ് സ്ഥലത്താണ് പാർക്ക് നിർമ്മിക്കുന്നത്. ജിനദേവൻ സ്മാരക പാർക്കിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിയുക്ത MLA അബു ജോൺ ജോസഫ് നിർവഹിച്ചു. കൗൺസിലർ R ഹരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ വൈസ് ചെയർമാൻ K ദീപക്, കൗൺസിലർമാരായ ലിത്തി ജോസഫ്, TM ബഷീർ എന്നിവർ സന്നിഹിതരായിരുന്നു. മതമില്ല, രാഷ്ട്രീയമില്ല, വാർഡിൻ്റെ അതിർവരമ്പുകളില്ല. എല്ലാവരും നമ്മളെല്ലാം ഈ പ്രദേശത്തിനാകെ ഒരു വിളക്കായി ജ്വലിച്ചു നിൽക്കേണ്ടതാണ് നമ്മുടെ പാർക്ക്. നടുക്കണ്ടത്തിൻ്റെ പേര് സാംസ്കാരിക ഭൂപടത്തിൽ ഇടം പിടിക്കുന്ന ഒരു പ്രോജക്റ്റാണിതെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഞാൻ പറയുകയാണ് ചെയ്തത്, ചോദിച്ച ആളുകളോട് ഒരു ഓപ്പൺ സ്റ്റേജൂടെ അതിനകത്ത് പ്രപ്പോസലില്ല. വണ്ണപ്പുറത്ത് സാധനങ്ങൾ വാങ്ങാനെത്തിയവർ കടയിലെ പണപ്പെട്ടിയിൽ നിന്ന് പണം മോഷ്ടിച്ചു. തിങ്കളാഴ്ച രാവിലെ 10:55 മോഷണം. കടയിലെത്തിയ 2 മുതിർന്നവരും കുട്ടിയും ഉൾപ്പെട്ട സംഘമാണ് വണ്ണപ്പുറം ടൗണിലുള്ള എൽദോസ് കെ തോമസിന്റെ ചെറുവട്ടൂർ എന്ന പാത്രക്കടയിൽ മോഷണം നടത്തിയത്. കടയിലെ CCTVയിൽ മോഷണ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. മോഷ്ടാക്കൾ കടയിലെത്തി സാധനങ്ങൾ ആവശ്യപ്പെട്ടു. ഇത് കണ്ടു തെരഞ്ഞെടുക്കുന്നതിനായി ഒരാൾ ഉടമയുടെ കൂടെ കടയ്ക്ക് ഉള്ളിലേക്ക് കയറി. ഈ സമയം കൂടെ ഉണ്ടായിരുന്ന ആളാണ് പണം മേശവലിപ്പിൽ നിന്ന് എടുത്തത്. മേശയുടെ താക്കോൽ ഡ്രോയിൽ ഇട്ടിട്ടാണ് ഉള്ളിലേക്ക് പോയത്. മോഷ്ടാക്കൾ ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. സംഭവത്തിൽ കാളിയാർ പോലീസ് അന്വേഷണം തുടങ്ങി.
കഴിഞ്ഞ തിങ്കളാഴ്ച ഏകദേശം 10:58 2 ഹിന്ദിക്കാർ സ്കൂട്ടറിന് വരികയും രണ്ടുപേരും എൻ്റെ അടുത്ത് പാത്രം വേണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെടുകയും അങ്ങനെ പുറകുവശത്തേക്ക് പോയി ഞങ്ങൾ 3 പേരും കൂടി പാത്രം നോക്കാൻ പോയപ്പോൾ ഒരാൾ തിരിച്ചിങ്ങോട്ട് വരികയും 1-2 പ്രാവശ്യം ആൾ പുറത്തേക്ക് ഇറങ്ങുകയോ അകത്തേക്ക് കയറുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഇപ്പുറം വന്ന് ഡ്രോ തുറന്ന് ഞാനിരിക്കുന്നതിൻ്റെ അടുത്ത് വന്ന് ഡ്രോ തുറന്ന് പൂട്ടിയേക്കുമായിരുന്നു. ഡ്രോ അത് തുറന്ന് പൈസ എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഏകദേശം പൈസ എത്ര ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എണ്ണിയല്ല വെച്ചേക്കണോണ്ട് നമുക്ക് അത്ര കറക്റ്റായിട്ട് അറിയാൻ പാടില്ല. അപ്പോൾ പൈസ എടുത്തു കഴിഞ്ഞിട്ട് അവൻ അത് കണക്ക് തന്നെ മേശയും പൂട്ടി പുറത്തേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. ഇങ്ങനെയാണ് ഉണ്ടായ സംഭവം. ആയിട്ട് ഞാൻ അപ്പം തന്നെ എനിക്കൊരു ഡൗട്ട് തോന്നിയുണ്ട്. പൈസ മേശയ്ക്കകത്ത് ഒരു ട്രാൻസ്പെറൻറ്റ് ബോക്സിലാണ് വച്ചിരുന്ന പൈസ. അപ്പോൾ അത് നോക്കി കഴിഞ്ഞപ്പോൾ പൈസ കണ്ടില്ല, കുറവായിട്ട് തോന്നി. ഞാനപ്പോൾ തന്നെ ക്യാമറ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പൈസ ഇതിനകത്ത് വന്ന് കയറി എടുക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ തന്നെ ഞാൻ കളിയാർ പോലീസിൽ വിവരം അറിയിച്ചു. അവർ ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ ഇവിടെ വരികയും ക്യാമറ കടയിൽ തന്നെ CCTVയുടെ ക്യാമറയുണ്ട്, ക്യാമറ ചെക്ക് ചെയ്തു. അവർക്ക് അതിൻ്റെ കോപ്പി അയച്ചു കൊടുക്കുകയും ചെയ്തു. അതിൽ പിന്നീട് നടപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇന്നലെ സ്റ്റേഷനിൽ പോയായിരുന്നു. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഏലം കർഷകർക്കായി ശാസ്ത്രീയ കൃഷി പരിശീലന സെമിനാർ സംഘടിപ്പിച്ചു. തോപ്രാംകുടി ആപ്കോസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നിരവധി വ്യക്തികൾ പങ്കെടുത്തു. പരമ്പരാഗത കൃഷിരീതികളും ശാസ്ത്രീയ അറിവുകളും സംയോജിപ്പിച്ച് കൃഷി ലാഭകരവും സുരക്ഷിതവുമാക്കുക എന്ന ലക്ഷ്യത്തോടെ വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്ന കാർഷിക ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഏലം കർഷകർക്കുള്ള പരിശീലന സെമിനാർ സംഘടിപ്പിച്ചത്. നിലവിൽ ഏലം കൃഷി ചെയ്തു വരുന്നവരും പുതുതായി കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുമായ തെരഞ്ഞെടുക്കപ്പെട്ട കർഷകർക്കായാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. തോപ്രാംകുടി ആപ്കോസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മേഖലയിലേക്ക് ഏലം കൃഷി വളരെ സജീവമായി വ്യാപകമായി കടന്നു വരുന്ന സാഹചര്യമുണ്ട്. പക്ഷെ പലപ്പോഴും പരമ്പരാഗതമായ അറിവുകൾ മാത്രം വെച്ച് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമുക്കത് മണ്ണിനും ചെടിക്കും നമ്മുടെ പരിസ്ഥിതിക്കുമൊക്കെ വലിയ ദോഷം ഉണ്ടാകുന്നു. മാത്രമല്ല വിളവ് കുറയും, കർഷകർക്ക് വലിയ ചിലവൊക്കെ ഉണ്ടാകുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മുടെ പരമ്പരാഗത അറിവുകളെയും അതോടൊപ്പം തന്നെ ശാസ്ത്രീയമായ കൃഷിരീതികളെയും സംയോജിപ്പിച്ചുകൊണ്ട് ഏറ്റവും മികച്ച നിലയിലേക്ക് മികച്ച വിളവുണ്ടാക്കുവാനും അതോടൊപ്പം തന്നെ ഈ കൃഷി ചിലവ് കുറയ്ക്കുവാനും നമ്മുടെ ചെടി ആരോഗ്യത്തോടു കൂടി ദീർഘകാലം സംരക്ഷിക്കുവാനും ഒക്കെയുള്ള ക്രമീകരണങ്ങളെക്കുറിച്ച് അറിയിക്കുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അവബോധമുണ്ടാക്കുക. ആ നിലയിലേക്ക് ഒരു നല്ല കൃഷി സംസ്കാരം നമ്മുടെ നാട്ടിൽ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള സെമിനാറുകൾ സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ ഒരു മാസം മുമ്പ് ഇവിടെ ഇതേ ഹാളിൽ തന്നെ നമ്മൾ സ്പൈസസ് ബോർഡിൻ്റെ നേതൃത്വത്തിൽ കാപ്പി കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം നടത്തിയിരുന്നു. അപ്പോൾ അതിനകത്ത് അവരുടെ സംസ്കരണ രീതികൾ ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ അവർക്ക് സ്പൈസസ് ബോർഡ് ആയതുകൊണ്ട് തന്നെ അവർക്ക് വിവിധ തരത്തിലുള്ള സ്കീമുകളെക്കുറിച്ച് ഒക്കെ ഉണ്ടായി. പക്ഷേ ഇത് നമ്മൾ നടത്തിയിരിക്കുന്നത് കൃഷി രീതിയെക്കുറിച്ചുള്ള അറിവുകൾ മാത്രമാണ്. സമഗ്ര കൃഷി രീതികളെക്കുറിച്ചുള്ള അറിവ് ആളുകളിലേക്ക് എത്തിക്കുക, കർഷകരിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്നത്. ഏലകൃഷിയിലെ സംയോജിത രോഗ കീട നിയന്ത്രണ മാർഗങ്ങൾ, ഏലത്തിന്റെ ഉത്തമ കാർഷിക രീതികൾ എന്നീ വിഷയങ്ങളിലായി ദേശീയ ഏലം ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞനും പ്ലാന്റ് പതോളജിസ്റ്റുമായ ഡോക്ടർ അജയ് ഡി ക്ലാസ് നയിച്ചു. സാജു കാരക്കുന്നേൽ, സിബി ആനത്താനം, ബിബിൻ നെല്ലംകുഴി, റോബിൻ ജോർജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, വാത്തിക്കുടി. VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് പാർട്ടി പ്രവർത്തകർ ബെന്നി ബെഹനാൻ MP-യോട് ആവശ്യപ്പെട്ടു. പെരുമ്പാവൂരിൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ബെന്നി ബെഹനാനോട് പൊതുജന വികാരം മാനിക്കണമെന്ന് അവർ പറയുകയായിരുന്നു. അതേസമയം മുസ്ലിം ലീഗ് നിയുക്ത MLA വി അബ്ദുൾ ഗഫൂർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ആലുവയിലെ VD സതീശന്റെ വസതിയിൽ അദ്ദേഹത്തെ കാണാനെത്തി. ഞങ്ങൾ ഒരുപാട് യുവാക്കള് സാറിന് തന്നെ അറിയാം. സാറിന്റെ നിലപാട് ഞങ്ങൾക്ക് അറിയണം. കാരണം ഞങ്ങളുടെ MP ആണ്. കാരണം വേറെ ഒന്നുമല്ല, ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങളിതൊന്നും ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല. നല്ല രീതിയിൽ നമ്മളെ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം
വയറെറിയുന്നവരുടെ മിഴി നനയാതിരിക്കുവാൻ തെരുവോരങ്ങളിൽ കഴിയുന്നവർക്ക് ഭക്ഷണം എത്തിച്ചും മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയും വരുന്ന സുമനസിന് ജന്മനാടിന്റെ ആദരവ്. വണ്ടിപ്പെരിയാർ സ്വദേശിനി ജെനിഫർ ജ്ഞാനരാജിനാണ് ചെന്നൈ ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ, KMG ചാരിറ്റബിൾ ട്രസ്റ്റ്, അയ്യപ്പ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് എന്നിവയുടെ നേതൃത്വത്തിൽ ആദരവ് നൽകിയത്. വണ്ടിപ്പെരിയാർ സ്വദേശിനിയായ ജെന്നിഫർ ജ്ഞാനരാജ് തമിഴ്നാട് ചെന്നൈയിൽ മെഡിക്കൽ കോഡിംഗ് പ്രോജക്റ്റ് ചെയ്തു വരികയാണ്. ഈ തിരക്കിനിടയിലുമാണ് ജെന്നിഫർ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വ്യാപൃതയാകുന്നത്. തെരുവോരങ്ങളിൽ വിശന്നലയുന്നവർക്ക് തന്റെ കൈകൊണ്ട് തന്നെ തയ്യാറാക്കിയ ഭക്ഷണമാണ് നൽകി വരുന്നത്. ഇതുകൂടാതെ നിർധന വിദ്യാർത്ഥികൾക്കുള്ള പഠന സഹായങ്ങൾ, കുട്ടികളിലെ കായിക കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്പോർട്സ് കിറ്റുകൾ എന്നിവയും വിതരണം ചെയ്യുന്നതിലും ഈ സുമനസിനുടമ സമയം കണ്ടെത്തുന്നു. ജെന്നിഫർ നടത്തിവരുന്ന ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് അയ്യപ്പ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, KMG ചാരിറ്റബിൾ ട്രസ്റ്റ്, ചെന്നൈയിലെ ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ എന്നിവ ആദരവ് നൽകിയത്. തന്റെ പ്രവർത്തനങ്ങൾക്ക് നൽകിയ ആദരവിന് നന്ദി അറിയിക്കുന്നതായി ജെന്നിഫർ പറയുന്നു. எல்லாருக்கும் வணக்கம். எனது பெயர் ஜெனிஃபர் ஞானராஜ். முதலாவதாக எய்ம்ஸ் காலேஜுக்கு எனது நன்றியை தெரிவித்துக் கொள்கிறேன், எனது வாழ்த்துக்களையும் தெரிவித்துக் கொள்கிறேன். இந்த மாதிரி நல்ல விஷயங்களுக்காக, பெண்களுக்கு இந்த மாதிரி நல்ல விஷயங்களுக்காக அவார்டுகளை கொடுக்க நினைத்த இந்த மேனேஜ்மெண்ட்டுக்கு என்னுடைய வாழ்த்துக்களை தெரிவித்துக் கொள்கிறேன். இந்த அவார்டை வாங்கும் அனைத்து மகளிருக்கும் என்னுடைய வாழ்த்துக்களை தெரிவித்துக் கொள்கிறேன். தேங்க்யூ ஸோ மச். ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കിടയിലും അഭി ട്രസ്റ്റ്, KMG ചാരിറ്റബിൾ ട്രസ്റ്റ്, വെളിച്ചം ട്രസ്റ്റ് എന്നീ ജീവകാരുണ്യ സംഘടനകളുടെ പ്രവർത്തനങ്ങളിലും ജെന്നിഫറിന്റെ നിറസാന്നിധ്യമുണ്ട്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം നടത്തി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ജീവനക്കാരെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ടു പോകുമെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. കേരള NGO അസോസിയേഷന്റെ 51ാം ഇടുക്കി ജില്ലാ സമ്മേളനം കട്ടപ്പനയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കർഷക ഗ്രൂപ്പുകൾക്കുള്ള ഗുണഭോക്തൃ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രാമോൾ ജിന്നി ഉദ്ഘാടനം ചെയ്തു. കുമാരമംഗലത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ കുറ്റക്കാരനായ തൊടുപുഴ എടനാട് സ്വദേശി വിനീഷ് വിജയനെ 12 വർഷം തടവിന് വിധിച്ചു. തൊടുപുഴ നഗരസഭയിൽ ജിനദേവൻ സ്മാരക പാർക്ക് ഒരുങ്ങുന്നു. നടുക്കണ്ടത്ത് MVIPയിൽ നിന്നും വിലയ്ക്ക് വാങ്ങിയ 50 സെന്റ് സ്ഥലത്താണ് പാർക്ക് നിർമ്മിക്കുന്നത്. ജിനദേവൻ സ്മാരക പാർക്കിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിയുക്ത MLA അബു ജോൺ ജോസഫ് നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.